ആ അമ്മൂമ്മ പണി തുടങ്ങി രാവിലെ തന്നെ അതല്ലേ പണിയിലാണല്ലോ അമ്മൂമ്മ. ഞായറാഴ്ചയായിട്ട് പള്ളിയിൽ പോയാ? എന്ത് പറ്റിയ? പള്ളിയിൽ സാധാരണ പോണാണല്ലോ, ഇന്ന് പോകണ്ടെന്ന് വെച്ചാ? കുർബാന കണ്ടാ രാവിലെ തന്നെ? അത് ശരി. ആ കുർബാനയൊക്കെ കണ്ടു കഴിഞ്ഞ് പറമ്പിൽ ഇങ്ങോട്ട് നോക്ക്, അതവിടെ നിർത്ത്. വീഡിയോ ഒക്കെ എടുക്കാണ്. പള്ളിയിലൊക്കെ പോയി പോകണ്ടെന്ന് വെച്ചു. കുർബാന കണ്ടാ? അമ്മൂമ്മയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, എല്ലാ ദിവസവും രാവിലെ എന്നിട്ട് കുർബാനയൊക്കെ കാണണം അല്ലേ? എന്നെ ഒന്ന് വിളിക്കും രാവിലെ തന്നെ 6 മണിയാകുമ്പോൾ വാതിലുമ്പോൾ ഒന്ന് തട്ടും. വാതിലുമ്പോൾ തട്ടി കുർബാനയ്ക്ക് പോകണം. കുർബാന കാണുന്നത് എങ്ങനെ കാണണമെന്നാണ് അമ്മൂമ്മ പറയണേ? അല്ല, ഇടയ്ക്ക് ഉപദേശിക്കാറുണ്ടല്ലോ, എങ്ങനെ കുർബാനയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ് കാണണ്ടേന്നൊക്കെ പറയണ കണ്ട. എങ്ങനെ പറഞ്ഞേ? എങ്ങനെ പറ? ഭയങ്കര ഉപദേശമൊക്കെ ഉപദേശിക്കാറുണ്ടല്ലോ. ചെല്ലുമ്മ എന്നാ 5 മിനിറ്റ് മുമ്പ് അല്ലണോന്നാ? അതല്ല ചോദിച്ചേ, അമ്മൂമ്മ ഇടയ്ക്ക് ഉപദേശിക്കാറില്ലേ കുർബാനയ്ക്ക് പോകുമ്പോ എങ്ങനെ? അത് ഉപദേശം അത് കേക്കട്ടെ. എങ്ങനെ എങ്ങനെയാണ് കുർബാന കാണണമെന്ന് പറയണേ? അമ്മൂമ്മയുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ കേക്കട്ടെ. നമുക്ക് ഇവിടെ ഇരിക്കുന്ന കേക്കട്ടെ വിശേഷം. അവിടെ ഇരിക്കി, വാ ഇങ്ങോട്ട് വാ. എന്താ പറയണെന്ന് കേട്ടോ. ഇവിടെ ഇരുന്നോന്നാ, ഞാൻ സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വരാം. ഇവിടെ സ്റ്റൂൾ എടുത്തുകൊണ്ട് വരാം. മുമേ മുമേ മതി പണിയെടുത്തത്. ഇവിടെ ഇരിക്കി, ചോദിക്കട്ടെ. ഇവിടെ ഇരുന്നേ, വാ. മുമേ ഏത് കുർബാന കണ്ടേ? മലയാളം കുർബാന കണ്ടു. അത് ശരി. എങ്ങനെയുണ്ട്? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങിയൊക്കെയാണ് ഓരോ പണികളൊക്കെ ആയിട്ട് അല്ലേ? ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മൂമ്മ ഇപ്പം 98 വയസ്സായില്ലേ അമ്മൂമ്മയ്ക്ക്? 98 പറയലേക്ക്. അപ്പോൾ അമ്മൂമ്മയുടെ കല്യാണം ഏത് വർഷമായിരുന്നു നടന്നത്? എത്ര വർഷം മുമ്പ്? എത്ര കൊല്ലം മുമ്പ്? അമ്മൂമ്മയ്ക്ക് ഓർമ്മയുണ്ടോ കല്യാണം? ഒരു കല്യാണത്തിൻ്റെയൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ സമയവും രീതികളും ഒന്നും പറയാൻ കിട്ടണില്ല. കാര്യങ്ങളെല്ലാം മറന്നുപോയി. അത് ശരി. അമ്മൂമ്മനെ ഇപ്പം ഈ ആലങ്ങാട് നിന്നല്ലേ കെട്ടിയ ഇവിടെ കൊണ്ടുവന്നത്? അന്ന് പാലും ഇല്ല. ആലുവ പാലും ഉണ്ടാ? അല്ല, ആലുവ പാലും ഉണ്ടായിരുന്നാ കല്യാണത്തിനൊക്കെ? പാലുണ്ട്. ഉണ്ട്. അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്ററാ ഇവിടുന്ന് ഇപ്പോൾ പറയണെന്നുണ്ടെങ്കിൽ? ഒരു 15-18 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് നടന്നാണ് പോയിരുന്നത് അന്ന്? അന്ന് പാടത്തേക്കടെ ഷോർട്ട് കട്ട് അടിച്ച് ഇങ്ങോട്ട് പോരും അല്ലേ ചെങ്ങനാട്ടേക്ക്? അത് ശരി. അത് ശരി. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ കൊയ്യാൻ പോണം, പോണോ, എന്ത് ജോലി എടുക്കണ്ടേ, മക്കളെ വഴക്ക് പറയും, പടങ്ങും. അങ്ങനെയൊക്കെ ജീവിച്ചു നടന്നു. വന്നപ്പോ അതും പാടില്ലാതെ ആയി. ശരി. മക്കളെ കുറ്റം പറയാനൊന്നും നിർത്തിയില്ല. ശരി. അവരോട് എന്താ പറയണേ? ഒന്നും പറയാനില്ല.
അവര് പറയുമ്പോഴൊക്കെ ഞാനും അല്ല അന്നത്തെ കല്യാണത്തിന് ആരൊക്കെ ഉണ്ടായി ഇവിടുന്ന് ചെങ്ങമനാടുന്ന് ആരൊക്കെ ഉണ്ടായി? എല്ലാവരും ഉണ്ടായി. ആണോ? ആളുകളൊക്കെ ഉണ്ടായി. എനിക്ക് അമ്മ ഉണ്ടായില്ല കല്യാണത്തിന്. അമ്മ ഉണ്ടായില്ല, ഉണ്ടായി, അപ്പ ഉണ്ടായി. ആ ആങ്ങളമാരുണ്ടായി, നാത്തൂന്മാരുണ്ടായി. അതൊക്കെ കൂടി സഹകരിച്ച് കല്യാണമൊക്കെ നടത്തി. ശരി. അങ്ങനെയൊക്കെ പോക്കും വരവൊക്കെ ആയിട്ട് ജീവിച്ചു. കുഴപ്പമൊന്നുമില്ലാഞ്ഞു. ചെന്ന വീട്ടില് അമ്മ ഉണ്ടായില്ല, അമ്മാപ്പനുണ്ടായുള്ളൂ. അമ്മാപ്പനുണ്ടായി. നാത്തൂനുണ്ടായി. നാത്തൂന്റെ കല്യാണം എൻ്റെ ആങ്ങളയുടെയും പെങ്ങളുടെയും കല്യാണം ഒരു ദിവസമായിരുന്നു. നാത്തൂന് ഇപ്പോഴും ഉണ്ട് ഇല്ലേ? നാത്തൂനെ കാണാറുണ്ടോ? നാത്തൂനെ കാണാൻ പോവാറുണ്ട്? കാണാൻ നാളെ പോയിട്ടുണ്ടായി. മക്കളെല്ലാവരും ഞാനും കൂടി പോയി കണ്ട് കുറെ സമയം ഇരുന്ന്. ഇവിടെ വന്നിട്ട് നല്ലതായിരുന്നോ? നല്ല ജീവിതമായിരുന്നോ ഇവിടെ വന്നിട്ട്? വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. നാത്തൂന് ഇരിപ്പിലായി. നാത്തൂനും പള്ളിയിൽ പോക്കൊന്നുമില്ല. ശരി. എന്നേക്കായും പ്രായമായ മട്ടായി. എന്നേക്കായും എളുപ്പമാണെങ്കിലും എന്നേക്കായും വയസ്സായ വാരിയോട്ട് നടക്കാൻ വല്ലാതെയായി. അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ ചെങ്ങമനാട് വന്നു അല്ലേ? ഇതിലൊക്കെ ഭേദമായിട്ട് ഞാൻ നടക്കും. ചിലപ്പോൾ ഇച്ചിരി നടന്നു കഴിയുമ്പോഴേക്കും കാല് കുഴഞ്ഞു പോകും മക്കളെ. കാല് കുഴഞ്ഞിട്ട് നടക്കാൻ പറ്റണില്ല. അപ്പോഴത്തേക്ക് കുഴമ്പ് പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മൂടി, അമ്മൂമ്മ ഇത്രയും വർഷമൊക്കെ ആയി ജീവിച്ച് ഞാൻ എത്രയോ വർഷം നമ്മൾ എന്നും കാണാല്ലേ, ഇന്നേ വരെ അമ്മൂമ്മ ഇങ്ങനെ ഒരു ദേഷ്യപ്പെടുക അല്ലെങ്കിൽ എന്താ പറയുക ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കുന്ന ആളല്ല അല്ലേ അമ്മൂമ്മ? ഒച്ചെടുക്കോ? ശരി. എന്നാലും അമ്മൂമ്മയുടെ ഈ ഒരു ഇത്രയും ലൈഫ് ജീവിച്ചാൽ അമ്മൂമ്മയുടെ വിജയ രഹസ്യം എന്തുട്ടാ? വിജയ രഹസ്യം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത് നേടുക അല്ലെങ്കിൽ വലിയ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അമ്മൂമ്മയുടെ ഒരു അല്ല, ഓരോരുത്തർക്കും ഓരോ ഇപ്പം വലിയ എത്ര വലിയ ആൾക്കാരായാലും അവർക്കൊരു വിജയ രഹസ്യം ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിജയം തന്നെയാണ് ഈ ലോകത്ത്. അപ്പോൾ ഇത്രയും നാൾ ജീവിച്ചതിൽ ഇത്രയും നാളത്തെ ഒരു വിജയ രഹസ്യം അമ്മൂമ്മയുടെ ഒരു ഇതെന്താണ് പറയാനായിട്ട്? ഇപ്പം അമ്മൂമ്മയുടെ ഒരു പ്രത്യേക ഒരു കഴിവുണ്ടല്ലോ അമ്മൂമ്മയ്ക്ക്, അതുകൊണ്ടാണല്ലോ അമ്മൂമ്മ അങ്ങനെ ഇന്നേ വരെ ആരുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല. മക്കളെ ഞാൻ കുറ്റം പറയണല്ലാണ്ട് അപ്പനോ മക്കളെ കുറ്റം പറയല് തല്ലുകൊടുത്തോ പിണക്കോ ചീത്തകൾ പറയേ ഒന്നും ചെയ്യാറില്ല. ഒക്കെ സമാധാനത്തിൽ കൂടിയാണ് പോയത്. ഇപ്പോഴും സമാധാനമുണ്ട്. സമാധാനമായിട്ട് മക്കളെ എന്നെ നോക്കുന്നുണ്ട്, രക്ഷയുണ്ട്. അപ്പം പോയിട്ട് കൊല്ലങ്ങളായി. എത്ര വർഷമായി? എത്ര വർഷം കഴിഞ്ഞ്? 20 വർഷത്തിന് മുകളിലായി ഇല്ലേ? അപ്പൂപ്പൻ മരിച്ചിട്ടല്ലേ? ഇപ്പൊ പറയണത് പിന്നെ പറയാൻ എനിക്ക് കിട്ടണില്ല, ഓർമ്മ കിട്ടണം. ഞാൻ എന്ത് പറയാനാ? പറഞ്ഞോണ്ടിരിക്കുമ്പോ ആ കാര്യം മറന്നു പോകും. അത് ശരി. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു എന്നിട്ടാ ഈ അമ്മൂമ്മ ഇത്ര നാളും അമ്മൂമ്മയുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അല്ല രഹസ്യമല്ല ഞാൻ ചോദിച്ചത്, അത് മനസ്സിലായില്ല അമ്മൂമ്മയ്ക്ക്. അതായത് ഇത്രയും നാളും സക്സസ്സിലേക്ക് എത്തിയത് അമ്മൂമ്മയ്ക്കൊരു ഇതുണ്ടല്ലോ. ഞാനിപ്പോൾ അപ്പം മരിച്ചു, മക്കളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു, പിന്നെ ഇപ്പം മക്കളുടെ കൂടെ ജീവിക്കണ്. മക്കളെ കൊണ്ട് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അങ്ങനെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ കാര്യം എന്താണെന്ന് അറിഞ്ഞൂടാ. സമയങ്ങൾ വയസ്സുകളൊക്കെ ഒരുപാടായില്ലേ. പിന്നെ വേറെ എന്താണ് ഇന്നിപ്പോൾ എന്താ പരിപാടി മുമ്മയുടെ? ഇനിയിപ്പോൾ കാലത്ത് പള്ളിയിൽ പോയി മക്കൾ വന്നിട്ടുണ്ട്, വന്നേക്കണം. പള്ളിയിൽ പോയ മക്കൾ വന്നിട്ടുണ്ട്, ഒന്ന് ചായ ഉണ്ടാക്കും, ചായ കുടിക്കും. ശരി. പിന്നെ പുറത്തോട്ട് ഇറങ്ങൂല്ല. പുറത്തോട്ട് ഇറങ്ങിയ മക്കൾ എന്നെ വഴക്ക് പറയും. ഏത് മക്കളാ വഴക്ക് പറയളെ പുറത്തിറങ്ങിയ? മക്കള് അങ്ങനെ കാര്യമായ ഒരു മക്കളും വഴക്ക് പറയാറില്ല. പിന്നെ എന്തെങ്കിലും അല്പസ്വല്പം എന്തെങ്കിലും കാണുകയാണെങ്കിൽ എന്തെങ്കിലും പറയണോ, അല്ലാതെ കാര്യമായ വഴക്കുകളോ പിണക്കങ്ങളോ ഒന്നും എനിക്കില്ല. എൻ്റെ മക്കളിലില്ല, എന്നിലും ഇല്ല. എന്തെങ്കിലും കുറ്റം കണ്ടോ എന്തെങ്കിലും വെച്ചെടുക്കും ഞാൻ, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ മക്കൾ ഞാനും കൂടി തല്ലുപിടുത്തോ വഴക്കോ മരുമക്കളുമായിട്ടില്ല. മരുമക്കൾ സന്തോഷമായിട്ട് ഇന്നവരെ ജീവിച്ചേക്കണം. അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പോകണം. ഇപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
അമ്മൂമ്മയുടെ കല്യാണം ഏത് പള്ളിയിൽ വെച്ചായിരുന്നു അന്ന് നടന്നേ? എൻ്റെ കല്യാണം ആലങ്ങാട്ട് പള്ളിയിൽ വെച്ചല്ലേ. ആലങ്ങാട് പള്ളി ആലങ്ങാട് പള്ളിയിൽ വെച്ച് കല്യാണമായിരുന്നു. കല്യാണം തലേദിവസം നടന്ന് പിറ്റേ ദിവസം ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയത്. ഇങ്ങോട്ടേക്ക് വന്നു. വെളിയിലാണ് പാടം കൂടി പുഴ കടന്ന് വഞ്ചിക്ക് പഴം കടന്ന് നടന്ന് പോയി. സമയം 12 മണിക്കുമ്പോൾ ചെല്ലണ്ടേ, പോയി. ഓർമ്മയുണ്ട്? അപ്പം അത് ഓർമ്മയുണ്ട്. അപ്പം ഞങ്ങൾ കല്യാണം അങ്ങോട്ട് പോയി. അതിൻ്റെ കല്യാണം കല്യാണയ്ക്ക് മുമ്പ് നാത്തൂൻ്റെ കല്യാണം വന്നപ്പോൾ നാത്തൂൻ്റെ കല്യാണം കയറ്റിയില്ല. ആങ്ങളെയാണ് മൂത്തത്. ആങ്ങളയുടെ കല്യാണം കയറ്റിയിട്ട് കയറുള്ളതെന്ന് പറഞ്ഞ് നാത്തൂനെ വേറെ വീട്ടിൽ ചെറുക്കനെയും പെണ്ണൊക്കെ കയറ്റിയിട്ടേക്കായത്. പിന്നെ ഞങ്ങളുടെ കല്യാണം ചെന്ന് കയറ്റി കഴിഞ്ഞപ്പോൾ അവരെയും കൊണ്ടുവന്നു. പിന്നെ അവർ വന്നു. മധുരം കഴിഞ്ഞ് ഞങ്ങളുടെ മധുരം മുമ്പ് കഴിഞ്ഞ് അവരുടെ മധുരം പിന്നെ മധുരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കല്യാണം ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. വിളിച്ചവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ, ഭക്ഷണമൊക്കെ കൊടുത്തു. 12 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു. പക്ഷെ നടക്കായില്ലേ. നാത്തൂൻ്റെ കല്യാണം കഴിഞ്ഞ് അകപ്പുറത്ത് പള്ളിയിൽ വെച്ച് അകപ്പുറത്ത് ഇന്ന് നടന്ന് അവർ വന്നു. അത്രയും വഴി, അതിൽ കൂടുതൽ വഴിയുണ്ട് എനിക്ക് വരാൻ. എൻ്റെ കല്യാണവും തിരിവും കൂടി വഴിക്ക് നല്ല വഴിയല്ല, പാടവും. ഇങ്ങോട്ട് നോക്ക്, ക്യാമറയമ്മ നോക്കി പറ. പറഞ്ഞോ ഇനിയും പറഞ്ഞോ. പാടത്തേ കൂടിയൊക്കെ ഓടി അഴിച്ച് നടന്ന് വണ്ടമ്മേ കൂടെയൊക്കെ നടന്ന് കഷ്ടപ്പെട്ടാണ് കല്യാണം വീട്ടിൽ വന്നത്. പിന്നെ സമയം 12 ഊണ് കൊടുക്കേണ്ട നേരമൊക്കെ ആയി. പിന്നെ കല്യാണം 2 കല്യാണം, ആങ്ങളുടെ കല്യാണം മുമ്പ് കയറ്റി, പിന്നെ പെങ്ങളുടെ കല്യാണം കയറ്റി ഭക്ഷണം കൊടുത്തു. പിന്നെ 8 ദിവസമാണ് താമസം. ചെറുക്കൻ്റെ വീട്ടിൽ 8 ദിവസം, പെണ്ണിൻ്റെ വീട്ടിൽ 8 ദിവസം. അങ്ങനെയുണ്ട്. 8 ദിവസം പാർക്കൽ കഴിഞ്ഞിട്ട് അടുത്തുള്ള കാര്യങ്ങളും. അത് ശരി. ഫസ്റ്റത്തെ 8 ദിവസം എവിടെയാ? ഫസ്റ്റത്തെ 8 ദിവസം എവിടെ താമസിക്കണേ? ആദ്യത്തെ ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കണം. പെണ്ണിൻ്റെ വീട്ടിലാണ്. അത് ശരി. 8 ദിവസം. ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകണം. ഇപ്പം മാറിയില്ല. ഇപ്പം ഇവിടെയൊക്കെ ആണിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. 3 ദിവസം കൂടുതൽ ഇല്ലല്ലോ ഇപ്പം കല്യാണം. അന്ന് 8 ദിവസം താമസിക്കണം. അന്ന് 8 ദിവസം അത് മസ്റ്റാണ്. കറക്റ്റായിട്ട് താമസിക്കണം. ചെറുക്കൻ്റെ വീട്ടുകളിലേക്കും പോകും, പെണ്ണെങ്ങും പോകില്ല. പിന്നെ അവരെ ബന്ധു വീട്ടുകളിലേക്കും കൊണ്ടുപോകാണെങ്കിൽ പോകുന്നു. മാത്രമേ ഉള്ളത്. 8 ദിവസം ചെറുക്കൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലും താമസമാണ്. ശരി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകും. അന്ന് കല്യാണം കഴിക്കുമ്പോൾ ചെങ്ങമനാട് പള്ളി ഇല്ല അല്ലേ? അന്ന് ചെങ്ങനാട് പള്ളിയില്ല, മേക്കാട് അകപ്പറമ്പാണ്. കപ്പേള ഉണ്ടായിരുന്നോ ചെങ്ങമനാട്? പള്ളി അകപ്പറമ്പാണ്. അകപ്പറമ്പായിരുന്നു. ചെങ്ങമനാട് കപ്പേള പോലെ ഉണ്ടായിരുന്നോ? കുരിശ് പോലെ? ചെറിയ കപ്പോള ഉണ്ടായി. കപ്പേള ഉണ്ടായുള്ളൂ. കപ്പോളയിൽ കുർബാനയൊന്നുമില്ല. കുർബാനയൊന്നും ഉണ്ടായില്ല. പിന്നെ ആള് ഞാളിന്റെ പള്ളിയാണ്. ഞാളിന് വഴിപാട് നേർച്ചയൊക്കെ കഴിക്കാൻ പള്ളിയിൽ. അമ്മൂമ്മ വരുമ്പോ അകപ്പറമ്പാണ് ഇടവക. പ്രാർത്ഥിച്ചൊക്കെ പോവുള്ളൂ. അന്നൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കുറേ 2-3 കൊല്ലം കഴിഞ്ഞാൽ കുർബാനയായത്. ഞായറാഴ്ച കുർബാനയായി. അതിക്കുമ്പോ മേക്കാട്ട് പോകും എളുപ്പത്തിന്. അപ്പോൾ പുള്ളി ഇടവകയാണെങ്കിലും പള്ളിയിൽ ദിവസം എന്നും പോകാൻ പറ്റൂല. അപ്പൊ ഞായറാഴ്ച അടുത്തുള്ള പള്ളിയാണ് മേക്കാട് പള്ളി. മേക്കാട് പള്ളിയിൽ പോകും. അങ്ങനെയൊക്കെ പോയിരുന്നു. പള്ളിയിൽ പോയി വന്നപ്പോൾ ചിലപ്പോൾ കൊയ്യാൻ പോകും, ചിലപ്പോൾ നനയ്ക്കാൻ പോകും. അങ്ങനെ വെട്ടപ്പാടോടുകൂടിയാണ് പള്ളിയിൽ പോക്കൊക്കെ. ഞായറാഴ്ചയൊക്കെ പള്ളിയിലും പോകും, ജോലി എടുക്കും, കൊയ്യലും മെരിക്കലും. അന്ന് കൃഷിയാണല്ലോ കാര്യമായിട്ടുള്ള കാര്യം. അത് കൃഷി നടത്തും. അപ്പം അതിനൊക്കെ പോകും. അങ്ങനെയുള്ള ജോലികളും കാര്യമായിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടി. അപ്പൊ അന്നത്തെ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയൊക്കെ ഉണ്ട് അല്ലേ? അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഇല്ലെങ്കിലും അന്ന് നിസ്സാരക്കാരായിട്ട് ജോലി ഞായറാഴ്ച കൊണ്ടൊന്നും ഇല്ല. അവിടെയുള്ള ദിവസം ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോകണം മാത്രമുള്ള നിർബന്ധമുള്ളൂ. പള്ളിയിൽ പോയി വന്നാൽ പിന്നെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പോകും. അങ്ങനെയൊക്കെ ഇത്രയും കാലങ്ങൾ കഴിച്ച് 3-4 മക്കളുമായി. മക്കളെ കല്യാണം കഴിച്ച് അവരുടെ മക്കളൊക്കെ ആയി. അവരുടെ മക്കൾക്ക് കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കണം. ഇപ്പോൾ വലിയൊരു കുടുംബമായി അല്ലേ? വലിയൊരു കുടുംബമായി.
വലിയ കുടുംബമായിട്ട് എല്ലാവരും കൂടി കുടുംബം വലിയ മൂന്നാമത്തെ പ്ലെയിനാണ് പോകുന്നത് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനൊരു ഗുണമുണ്ട് നമുക്കിവിടെ അല്ലേ. അവിടെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടില്ല. ഇവിടെ നിന്നൊന്നും അമ്മയ്ക്കൊരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയണം. ആരെന്ത് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും അറിയണം അപ്പം തന്നെ അല്ലേ. അവരോട് ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ മോറെ ഏറ്റിരിക്കും. ചിലപ്പോ ഞാൻ അവിടെ നിന്ന് എനിക്ക് പോകും. എന്താ ചോദിച്ചെന്ന് പറയും. അപ്പൊ എന്തെങ്കിലും കാര്യം അവര് 4 വാക്ക് പറയണേന്ന് 1 വാക്ക് കൊണ്ട് അവര് അവസാനിപ്പിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ ഇപ്പം എല്ലാ കാര്യങ്ങളും അറിയണം. ഇപ്പം നമുക്ക് എന്താ പറയുക, ഒരുവിധം ആൾക്കാരൊക്കെ കുറച്ച് എല്ലാ കാര്യവും അറിയണം. ആരെന്ത് പറഞ്ഞാലും എല്ലാം അറിയണം. എല്ലാം അറിയണം. അത് നമ്മുടെ ഇതാണ്. നിർബന്ധമായ ഒരു വിചാരമാണ് എൻ്റെ. എന്തെന്നാ പറഞ്ഞേ എന്താ ചെറുതായിട്ട് പറയണത് എനിക്ക് മനസ്സിലാവൂല. ശരിയാ. ചെറുതായിട്ട് പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. എന്ന് പറയുന്നതും പറഞ്ഞുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടും. അതെ, അത് ശരിയാ. എന്നാ വന്നേ, വാ വാ ഇങ്ങോട്ട് വാ. മതി, ഇന്നത്തെ വീഡിയോ മതി നമുക്ക്. ഇനി അടുത്ത ദിവസം വീഡിയോ എടുക്കാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കാപ്പി കുടിക്കാനൊക്കെ പോകണം. പള്ളിയിൽ പോയി വന്നാലേ കാപ്പിയൊക്കെ ഉണ്ടാക്കാണ്ട് അതൊക്കെ കഴിച്ച് വീഡിയോ. ഓക്കെ, ഇന്നത്തെ മതിയില്ലേ നമുക്ക്? മതിയാക്കാം. ഇന്ന് മതി. ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം വരാം വീഡിയോയിൽ കേട്ടോ. ഓക്കെ, വെക്കാം നമുക്കെന്നാ. ടാറ്റ കൊടുത്ത് ബൈ കൊടുത്തേ. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടാ. അമ്മൂമ്മയുടെ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, ബൈ. ടാറ്റ.